is talking about Kerala, the pride of Kerala, and he's narrating it with the pride of India. And in that context, he has mentioned the name of Veer Savarkar, that Veer Savarkar, who is the pride of the nation, a question was asked, and a teacher was suspended. And the teacher was suspended for asking a question on Veer Savarkar. So he is questioning about, when we talk about Kerala, we should also see to it that the national sentiments are respected. That is what Master Sadanand is trying to say. Yes. I've taken your point. There are 5 points of order. There are 7 points of order now. It cannot go on. You have to pick and choose one. Mr. Tiruchi Shiva, last point of order, I'll move on. No, I am not allowing everyone. I cannot allow everyone point of order. No, one. Mr. Tiruchi Shiva. Yes, please. Sir, we have been following a strict rule that no member should speak away from the bill. And when Ms. Jabi Matar was speaking, Leader of the House mentioned you also disallowed her because she went beyond the bill. That applies to the treasury benches also. Kindly, please. Okay. Please continue. Please continue. Please continue. I've taken the point of order. Please. Sir, No, I've taken the point of order. Mr. ആദരണീയനായ സഭാ നേതാവ് വിശദീകരിച്ചു കഴിഞ്ഞതുകൊണ്ട് ഞാനതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഏതായാലും ഭാരതത്തിന്റെ ആത്മാഭിമാനം കേരളവുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഞാനതിവിടെ പറഞ്ഞത്. തീർച്ചയായും ഈ ബില്ല് കേരള എന്ന കൊളോണിയൽ സംസ്കാരം പേറുന്ന പേരിൽ നിന്ന് കേരളം എന്ന ചരിത്രപരമായ സാംസ്കാരിക ഉന്നതിയുള്ള സാംസ്കാരിക പാരമ്പര്യം പേറുന്ന പേരിലേക്കുള്ള നമ്മുടെ പ്രയാണം അഭിമാനകരമാണ് സർ. അത്തരമൊരു ഘട്ടത്തിൽ നമ്മുടെ മനസ്സിന് അസ്വസ്ഥതയുണ്ടാക്കുന്ന ചില ചലനങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുകയായിരുന്നു ഞാൻ. അത് ഈ വിഷയവുമായി ഏറെ ബന്ധമുള്ളത് തന്നെയാണ് സർ. സർ, കേരളത്തിന്റെ പേര് കേരള എന്നായി മാറിയത് ബ്രിട്ടീഷുകാർ ഭാരതത്തിലേക്ക് വന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് 2000 വർഷങ്ങൾക്ക് മുമ്പ് അശോക ചക്രവർത്തിയുടെ ലിഖിതങ്ങളിൽ കേരളം എന്ന പരാമർശമുണ്ട്. നമ്മുടെ കേരളത്തെക്കുറിച്ച് ഞാൻ നേരത്തെ തുടക്കത്തിൽ ശങ്കരാചാര്യർ എന്ന മഹത് വ്യക്തിയെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. ആ കാലഘട്ടങ്ങൾ മുതൽ തന്നെ നമ്മുടെ കേരളത്തെ കേരളം എന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചിരുന്നത്. അനേക നാളുകളായി കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും അങ്ങേയറ്റം ആവേശത്തോടുകൂടി കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടി. സർ, 2024 ജൂൺ മാസം 24-ാം തീയതി കേരള നിയമസഭ ഏകകണ്ഠമായി കേരള എന്ന പേര് മാറ്റി കേരളം എന്നാക്കണം എന്നൊരു പ്രമേയം പാസാക്കി. ആ പ്രമേയം കേന്ദ്ര സർക്കാരിന് അയച്ചു കൊടുത്തു. നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ, മന്ത്രിസഭാ യോഗത്തിൽ കേരളം എന്ന പേര് നിലവിൽ വരണം എന്ന താല്പര്യത്തോടെ ഉത്തരവിറക്കി. അങ്ങേയറ്റത്തെ സന്തോഷത്തോടെയാണ് കേരളം അത് സ്വീകരിച്ചത്. സർ, ഇന്ന് ആ ഉത്തരവിന്റെ ആത്മാവിനെ ആവാഹിച്ചെടുത്തുകൊണ്ട് നമ്മൾ ഇന്ന് ആ ബില്ലിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ആ ഘട്ടത്തിൽ ഏറെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ ബില്ലിനെ കുറിച്ച് സംസാരിക്കുന്നത്. സർ, കേരളത്തെ കേരളമാക്കിയ അനേകം സാഹിത്യ നായകന്മാർ, നമ്മുടെ സാംസ്കാരിക നായകന്മാർ, നവോത്ഥാന നായകന്മാർ, അയ്യാ വൈകുണ്ഠസ്വാമി മുതൽ ഇങ്ങോട്ടുള്ള പരമ്പര ഓരോന്നും എടുത്തു പരിശോധിച്ചാൽ ശ്രീനാരായണ ഗുരുദേവൻ, മഹാത്മാ അയ്യങ്കാളി, കുമാരനാശാൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, ഇതുപോലെ അനേകം ആളുകൾ അവരവരുടെ പ്രസംഗങ്ങളിൽ, അവരവരുടെ രചനകളിൽ, അവരവരുടെ വാക്കുകളിൽ എന്റെ കേരളത്തെക്കുറിച്ച്, ഞങ്ങളുടെ കേരളത്തെക്കുറിച്ച് അതിമനോഹരമായി പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തെക്കുറിച്ച് അതിമനോഹരമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ആ പ്രതിപാദ്യത്തെ മുഴുവൻ ആവിഷ്കരിച്ചുകൊണ്ടാണ് ആദരണീയനായ നരേന്ദ്രമോദി, നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഈ ബില്ല് കൊണ്ടുവരാനുള്ള മുൻകൈ എടുത്തത്.
എന്ന് കേരളക്കാർ കൃതജ്ഞതയോടെ സ്മരിക്കുകയാണ് സർ. കേരളം കേരളമായി മാറുമ്പോൾ ഒരു വാക്കിന്റെ മാറ്റമായിട്ട് മാത്രം നമ്മൾ അതിനെ കാണാൻ പാടില്ല സർ. ഒരു വാക്കിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട് സർ. ഒരു പേരിന്റെ പിന്നിൽ കുറേയധികം ഓർമ്മകളുണ്ട് സർ. ഒരു ഭാഷയുടെ പിന്നിൽ വലിയൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ നിന്ന് വേറിട്ടതല്ല.